ഹായ്, നമസ്കാരം. ഇന്നത്തെ എൻ്റെ ട്രെയിനിങ് വീഡിയോയിലോട്ട് സ്വാഗതം. ജിമ്മിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഖത്തറിലാണ്. ഖത്തറിലെ ചൂട് നല്ല ചൂടാണ്, അറിയാലോ. ഈ സമ്മറിൽ പ്രത്യേകിച്ച് 47-48 ആ റേഞ്ചാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ. അങ്ങനെ പതിവ് പോലെ നമ്മൾ ജിമ്മിലെത്തി. വാമ്പെല്ലാം കഴിഞ്ഞു. ഇന്ന് ലെഗ് ഡേ ആണ്. പലരും ജിമ്മിൽ പോയാൽ അപ്പോൾ ബോഡി വർക്കൗട്ട് മാത്രം ചെയ്ത് ലെഗ് ഡേ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. എൻ്റെ വർക്കൗട്ടിലായാലും ഞാൻ ട്രെയിൻ ചെയ്യുന്നതാണെങ്കിലും സ്വയം ചെയ്യുന്നതാണെങ്കിലും ലെഗിന് പരമാവധി പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഫ്രണ്ട് സ്ക്വാട്ട് ചെയ്തിട്ടാണ്. ഏകദേശം ഒരു 40 kg തുടങ്ങി. പിന്നെ ഒരു 1 minute 2 minute ബ്രേക്ക് എടുത്ത് റിക്കവർ ആവാൻ വേണ്ടിയിട്ട്. ഡിപ്പെൻസ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 2-3 months ട്രെയിനിങ് പ്രോപ്പർ ആയിരുന്നില്ല. കുറച്ച് ബ്രേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ സിറ്റുവേഷൻസ് അറിയാലോ, വാറ്, പിന്നെ കുറച്ച് കമ്പനി ഓപ്പണിങ്ങിൻ്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എൻഗേജ്ഡ് ആയതുകൊണ്ട് റെഗുലറായിട്ട് വരാൻ പറ്റിയിരുന്നില്ല. ഞാൻ സ്ക്വാട്ട് ഒരു 100 kg ആണ് PR. 110 വരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമ്മളൊരു 50 kg ഫ്രണ്ട് സ്ക്വാട്ടിൽ ഒരു സെക്കൻഡും തേർഡും ഒരു 7 rep വെച്ച് ചെയ്ത് നിർത്തി. പിന്നെ ബാക്ക് സ്ക്വാട്ട് ഒരു 70 kg വെച്ചിട്ട് ഏകദേശം ഒരു 2 set എന്ന് ചെയ്തോളൂ. അപ്പോഴേക്കും തന്നെ ഭയങ്കരമായിട്ട് ടയേർഡായി. എന്നിട്ട് ഏകദേശം ഒരു 3 to 5 minute ബ്രേക്ക് എടുക്കേണ്ടി വന്ന് റിക്കവർ ആവാൻ. പിന്നെ എസ്പെഷ്യലി സമ്മർ ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് ഇലക്ട്രോലൈസ്ഡ് പോകാനും ഡീഹൈഡ്രേഷൻ വരാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് പിന്നെ സ്ക്വാട്ട് അധികം ചെയ്തില്ല. ഫ്രണ്ടും ബാക്കും 3 round വെച്ച് 3 set വെച്ച് ചെയ്തിട്ട് പിന്നെ ഒരു ലെഗുകളാണ് പിന്നെ അടുത്തതായിട്ട് ചെയ്തത്. പിന്നെ ഇതിൽ റിക്കവറി ടൈം പറഞ്ഞത് 3 to 5 എന്ന് പറഞ്ഞത് കുറച്ച് ലോങ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഹെവി ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ എടുക്കേണ്ടി വരും. ഗ്രാജുവലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം, ഫോം ആൻഡ് ടെക്നിക്ക് എല്ലാം പഠിക്കുക. പഠിച്ചതിന് ശേഷം ഒരു ട്രെയിനർ അടുത്തു നിന്നായാലും എനിവേ മാത്രം ഹെവി വെയിറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചുറി വരാതെ നോക്കുക. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ ചെയ്ത വർക്കൗട്ട് കാഫ് റൈസ് ആയിരുന്നു. സ്റ്റാൻഡിങ്ങിൽ ഞാൻ ഫ്ലോറിൽ നിന്നാണ് ചെയ്തത്. പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ കബോർഡോ എന്ത് വേണമെങ്കിലും വെച്ച് ചെയ്യാം, റേഞ്ച് ഓഫ് മോഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. എനിക്കിത് ഓക്കെയാണ്, കംഫർട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ റിക്കവറി ശ്രദ്ധിക്കുക, ന്യൂട്രീഷൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ.